ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ID കാർഡുകൾ വിതരണം ചെയ്തു. അനുസ്മരണം, ചികിത്സാ സഹായ സമാഹരണം എന്നിവയും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ID കാർഡുകൾ വിതരണം ചെയ്തത്. KP ദിവാകരൻ അനുസ്മരണവും പ്രമോദ് രജപുത്ര ചികിത്സാ സഹായ സമാഹരണവും ഇതോടനുബന്ധിച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് അനിൽ എവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ സംഘടനയ്ക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 17,479 സംസ്ഥാനത്തെ സംഘടിപ്പിച്ചപ്പോൾ കൊല്ലം ജില്ലയും 1,141 മെമ്പർഷിപ്പ് കരസ്ഥമാക്കാൻ കൊല്ലം ജില്ലാ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഒപ്പം മേഖലാ പ്രവർത്തകർക്ക് യൂണിറ്റ് പ്രവർത്തകർക്ക് സാധിച്ചു എന്നതാണ്. 1,741 മെമ്പർഷിപ്പ് ജില്ലാടിസ്ഥാനത്ത് വന്നപ്പോൾ കരുനാഗപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ മെമ്പർഷിപ്പ് കൂട്ടിക്കൊണ്ട് 128 എന്ന മെമ്പർഷിപ്പ് കരസ്ഥമാക്കാൻ നമ്മുടെ കരുനാഗപ്പള്ളിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു ചിന്തിക്കുന്നത് ഇനി യൂണിറ്റ് മേഖല ജില്ല മുതൽ എല്ലാ ജില്ലകളിലും ആദ്യ പ്രവർത്തനം നടത്തുന്നു എന്ന് തന്നെയാണ് സംസ്ഥാനത്തിൽ ഇത്രയും മെമ്പർഷിപ്പ് ഇപ്രാവശ്യം നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. 17,479 മെമ്പർഷിപ്പ് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ ഏറ്റവും അഭിമാനകരമായി നമ്മൾ ആഘോഷിക്കുക അല്ലെങ്കിൽ പറയപ്പെടുന്ന സ്വാതന്ത്ര്യ പദ്ധതി നമുക്കറിയാം. ഒരംഗപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സഹായം ചെയ്യുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യം എന്ന പദ്ധതി ഈ വർഷം 4-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 4-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 17,479 അംഗങ്ങളെയും 9,770 അംഗങ്ങളാണ് സ്വാതന്ത്ര്യം എന്ന പദ്ധതിയിൽ അംഗമായിട്ടുള്ളത്. മേഖലാ പ്രസിഡന്റ് പ്രദീപ് അപ്പാളു അധ്യക്ഷത വഹിച്ചു. ഗോപു നീണ്ടകര സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ P. സോമരാജൻ ID കാർഡുകൾ വിതരണം ചെയ്തു. മേഖലാ നിരീക്ഷകൻ മുരളി അനുപമ KP ദിവാകരൻ അനുസ്മരണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് രാജശേഖരൻ നായർ ചികിത്സാ സഹായം ഏറ്റുവാങ്ങി. പ്രദീപ് തെക്കുംഭാഗം, പ്രകാശ് അജാസ്, രാജു പെരിങ്ങാല, ശ്രീജിത്ത് ഓറഞ്ച്, ബാബു ബാബൂസ്, അജീഷ് ആദീസ്, പ്രമീള അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവകാരൻ ഒരു സംഘടനയെ കൊണ്ട് സംഘടനാ അംഗബലം വർദ്ധിപ്പിക്കുക മാത്രമല്ല, സംഘടനയുള്ള ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്കൊരു ആപത്ത് വന്നാൽ അവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുവാനും വേണ്ടി ഈ സംഘടന തന്നാലാവുന്ന സംഘടനയ്ക്കാവുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. തങ്ങളുടെ ഒരു അംഗം മരിച്ചുപോയാൽ ആ അംഗത്തിന്റെ കുടുംബത്തിന് ജീവിക്കാനാകുന്ന തരത്തിലുള്ള 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട്, ഒരു നിധി സമാഹരിച്ചുകൊണ്ട് ആ കുടുംബത്തിന് കൊടുക്കുക. അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നത് നമ്മുടെ ഒരു സഹോദരൻ. നമ്മുടെ ഒരു സഹോദരൻ അകാലത്തിൽ പൊലിഞ്ഞു പോകുമ്പോൾ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന വ്യഥ, അവർക്കുണ്ടാകുന്ന സാമ്പത്തികമായിട്ടും നല്ല ആശ്രിതമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികമായി ഉണ്ടാകുന്ന ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മുറിവ്, ആ മുറിവ് ഉണക്കത്തക്ക രീതിയിൽ സംഘടന അവരുടെ കുടുംബത്തിന്റെ ആശ്വാസമായിട്ട് 10 ലക്ഷം രൂപ സമാഹരിച്ച് നൽകുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സംഘടന, ഈ സംഘടനയുടെ ഒരു ശക്തിയും അവരെ തങ്ങളുടെ സംഘടനയിലുള്ളവരെ ചേർത്ത് പിടിക്കലുമായിട്ടാണ് ഞാൻ നമ്മളെ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സഹജീവികളോട് അവരുടെ സുഖത്തിനും അവരുടെ ദുഃഖത്തിനും പങ്കാളികളാകുവാൻ അവരോടൊപ്പം കൂടുവാൻ, അവരുടെ ആപത്തിൽ അവരോടൊപ്പം ഒത്തുചേരുവാൻ, അവരുടെ സന്തോഷത്തിൽ സന്തോഷം ഒന്ന് പങ്കിടുവാൻ നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം നമ്മുടെ സംഘടനാ നേതാക്കൾ, സംഘടനാ അംഗങ്ങൾ അവരൊക്കെ കൂടി ഒത്തുകൂടി ആ കുടുംബത്തോട് അല്പം ഒന്ന് സംസാരിക്കുമ്പോൾ, അവരുടെ ദുഃഖത്തിൽ നിന്ന് പങ്കുചേരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദം, അതോടൊപ്പം തന്നെ കണ്ടു നിൽക്കുന്നവർക്ക് ആ സംഘടനയോടുണ്ടാകുന്ന ഒരു വിധേയത്വം അവർ കണ്ടുപിടിക്കേണ്ട പല ഭാവിയിൽ നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.